നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഏതിന്റെ മണാന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. ഏതിലൊക്കെ അപ്പൊ നമ്മൾ എടുക്കാല്ലേ? ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 2 പഴവും പപ്പടവും ഇതിന്റെ അക്കമ്പനിയന്റ് ആയിട്ട് വരുന്നതാണ് പഴവും പപ്പടവും അല്ലേ? ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ കുത്താൻ പോവാണ്. സീ ഫുഡ് പുട്ടാണ് ഏകദേശം. അടുത്ത പുട്ട് എൻ്റെ വീണ്ടും പഴം വന്നു. പഴവും പപ്പടവും. ഇതിൻ്റെ അക്കമ്പനിയൻ്റ് ആയിട്ടാണ് പഴവും പപ്പടവും. ഒരു ചൂടോടെ ആവി പറഞ്ഞത് കപ്പ ബീഫ്. ആ ഒരു കളറൊക്കെ റാഗി അല്ല കേട്ടോ, കളർ കണ്ടിട്ട് റാഗിന്നെ പറഞ്ഞത്. അതൊരു ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം കളറ് ഗ്രേവിയുടെ പോലെ. അടുത്തത് ചിക്കൻ പുട്ട് നല്ല ചൂടോടിരിക്കുന്നു. നൂഡിൽസിൻ്റെ ഗുണം ശേഷം. നെക്സ്റ്റ് അടുത്ത് നമുക്ക് ചിരട്ടപ്പുട്ട്. നമ്മുടെ ചീര ചിരട്ട. പച്ചച്ചീര അല്ലല്ല ഷെഷ്വാൻ മഷ്റൂം. ഇതിപ്പോൾ ഞാൻ പറയാം മഷ്റൂം എല്ലാം കഴിഞ്ഞല്ലേ? ഷെഷ്വാൻ മഷ്റൂം ആണ് ഇത്. ഇപ്പം നമ്മൾ ഇത്രയും പുട്ട് കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഗുണം. മൊത്തത്തിൽ മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ മാത്രം ഇച്ചിരിക്കോളം പീരയ്ക്ക് പകരം. പിന്നെ നമ്മൾ അടുത്ത പുട്ട് വെക്കാൻ പോവാണ്. ഒരു പുട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. പനീർ പുട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പനീർ പുട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാം. നന്നായിട്ട് മഞ്ഞപ്പൊടിയും ബാക്കി എല്ലാം ഇട്ട് കടുക് താളിച്ച് നന്നായിട്ട് എടുത്ത് വെച്ച് സോട്ട് ചെയ്ത് വെച്ചാൽ പച്ചപ്പൊക്കെ കളഞ്ഞ് സോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഈ കോക്കനട്ട് ഓയിലേക്ക് മണം വരുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. കാരണം ഇത് താളിപ്പിൻ്റെ ആ ഒരു മസാല ആണല്ലോ. താളിപ്പിൻ്റെ മസാല സാധാ പുട്ടുപൊടി തന്നെ ഇടാം. അതാകുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. സാധാ പുട്ടുപൊടിയാണ്. സോറി, ഏകദേശം മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സിംഗിൾ കുറ്റിയാണ്. ഞാൻ ഇത്തിരി തേങ്ങാപ്പീര അതോട് നമ്മൾ നിറയ്ക്കാണ്. നമ്മുടെ പനീർ ഇത് വറ്റൽമുളകും ആ ഒരു എണ്ണ എല്ലാം കൂടി ഇറങ്ങുന്നത്. ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ്റെ ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റിലാവും. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതാവട്ടെ അങ്ങോട്ട്. അപ്പോൾ നല്ല ആവിയും വന്നു ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് എടുക്കാം. പനീർ പുട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഒരു ഫ്രൂട്ട് നമ്മുടെ താളിപ്പിൻ്റെ മണം കേട്ടോ. താളിപ്പിൻ്റെ മണം. ഒരു ഫ്രൂട്ടി ലുക്ക്. അപ്പോൾ കണ്ടല്ല, ഇതൊക്കെ ഉണ്ടാക്കി എല്ലാ പുട്ടും. ഇതിൻ്റെ ഒപ്പം കറി ഉണ്ട് കേട്ടോ. അത് ഓൾറെഡി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡക്ക് റോസ്റ്റ്. അത് കടലക്കറി വറുത്തരച്ച കടലക്കറി. ഇത് വറുത്തരച്ച ഡക്ക് അല്ല. അപ്പോൾ കറികളും ഉണ്ട്. എല്ലാം നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് തരും. ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ പനീർ പുട്ട്, ചിക്കൻ പുട്ട്, നമ്മുടെ ബീഫ് കപ്പ, ഷെഷ്വാൻ മഷ്റൂം നൂഡിൽ പുട്ട്, ചീരപ്പുട്ട്, നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സീ ഫുഡ് സ്പെഷ്യൽ ട്രാവൻകൂർ പുട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ നന്ദി. വേണ്ട, അതവിടെ വെച്ചിട്ട് വളരെ നന്ദി. ഇപ്പം റിജിലാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾ. ഞാൻ എന്തായാലും അവിടെ പോയി കഴിക്കാൻ പോവാണ്. താങ്ക് യു. ഇതെല്ലാം അങ്ങോട്ട് തന്നാൽ മതി. അപ്പോൾ നമ്മളെല്ലാം അവിടെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിൽ തന്നെ ഉണ്ട്, കാണാമല്ലോ അല്ലേ? അപ്പോൾ വേറെ 2 വ്യക്തികളും കൂടി നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ GM സുരേഷ് സാറും അക്കൗണ്ട്സ് മാനേജർ ഗണേഷ് സാറും അല്ലേ? എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ പുട്ടുമേള? നല്ലൊരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് കുറേ ഇപ്പം ഇത് 5ാമത്തെ 6ാമത്തെ എൻ്റെ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ് ഇങ്ങനത്തെ നാടൻ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എല്ലാവരും? ബേസിക്കലി ഇറ്റ് ഈസ് ടു ലോക്കൽ ഫുഡ് കുറച്ചുകൂടെ ഹൈജീനിക്കലി പ്രിപ്പയർ ചെയ്തിട്ട് സെർവ് ടു ദി ക്ലയൻസ്.
അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും കാരണം മലയാളിയുടെ ഒരു ടേസ്റ്റ് ഐ തിങ്ക് എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡ് കഴിച്ചാലും അൾട്ടിമേറ്റ്ലി ദേ വോണ്ട് ടിപ്പിക്കൽ കേരള ഫുഡ്. അത് തന്നെ എവിടെ പോയാലും ഏത് നാട്ടിൽ ഒരു എരിവും പുളിയും ചോറ് അതാണ് ആ രീതിയിൽ നമ്മുടെ ഫുഡ് തന്നെയാണ് എപ്പോഴും. എനിക്ക് ഫുഡ് നമുക്ക് വേണം. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതേ പുട്ട് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ കഴിക്കുന്നതാണ് എങ്കിലും എൻ്റെ മിക്കവാറും ഇത് ബീഫായിരിക്കാം. ബീഫാണ് തോന്നുന്നു അല്ലേ? ഷെൽവി അല്ലേ? ബീഫ് കപ്പ. ബീഫ് കപ്പ പുട്ട്. ശരിക്കും ഇതിന് വേറെ കറി വേണ്ട കേട്ടോ. ഇതിനൊരു മീൽ ബൈ ഇറ്റ് സെൽഫാണ്. കാരണം ആ പുട്ടിൻ്റെ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെയാണ് കറി നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. സാധാരണ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ അല്ല, സെപ്പറേറ്റ് അല്ല, നമ്മൾ പീരയുടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാവും. ഇത് ക്വാണ്ടിറ്റി ഈസ് സ്പെഷ്യൽ. നല്ല മൂവ്മെൻ്റ് ഉണ്ട്. പീപ്പിൾ അപ്രീഷിയേറ്റഡ് ഇറ്റ്. ഇതിനും അധികം കറി വേറെ വേണ്ട. ഇറ്റ്സ് മീൽ ബൈ ഇറ്റ് സെൽഫ്. ഇത് നമ്മുടെ സീ ഫുഡ് നല്ല റിച്ചാണ്. അതിന് നമുക്ക് വേറെ 2-3 ടേബിളും കൂടി പിടിച്ചിടേണ്ടി വരും. സ്ഥലം പോരാ അല്ലേ? മൊത്തം നിറഞ്ഞെങ്കിൽ നിൽക്കുക. നമുക്ക് ഇനി വേറെ എന്തൊക്കെ അതുപോലെ നാടൻ ഫുഡ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കാം? പുട്ടാണോ? പുട്ട് വന്നു ഇപ്പോൾ ദോശയാണോ? വേറെ എന്തെങ്കിലും? അതൊരു സർപ്രൈസ് ആയിട്ട് തരാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് ആയിട്ട് ബട്ട് വി പ്രോബ്ലി പ്ലാനിങ് സം ഒരു കപ്പ, പിന്നെ ചക്കയുടെ പോലെ. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. സോ വി ട്രൈ ടു കം ഔട്ട് ആക്ച്വലി ഒരു ഒത്തൻറ്റിക് കേരള ഫുഡായിട്ട്. ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് പ്രോബ്ലി ഇതിന് 2 weeks വിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കറക്റ്റ് ഡേറ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? 15th. May 15th. May 15th തൊട്ട് ഇനിയിപ്പോൾ 31st വരെ ഉണ്ട്. 31st വരെ. അപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ ഈ സമയത്താണ്. എങ്കിൽ കൂടി ഇവിടെ വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫുഡ് മാത്രമല്ല, നേരത്തെ പറഞ്ഞു ഷെഫിൻ്റെതായ കുറച്ച് സ്പെഷ്യൽ ഫുഡ്സ്, സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ട്, അതും കിട്ടും. ഈസിലി അവൈലബിൾ ആണല്ലോ ഓൾ ദീസ് ഇൻഗ്രീഡിയൻസ്. അടുത്ത് നമ്മൾ ഇത് ചീര, നമ്മുടെ കടലക്കറി ഒഴിച്ചിത്തിരി കഴിക്കാം. നമ്മുടെ ചീര ഓൾറെഡി ഒന്ന് കുക്ക്ഡാണ് ചീര. നമ്മുടെ നല്ലൊരു തോരൻ. കുട്ടികൾക്ക് നല്ല പെട്ടെന്ന് അങ്ങ് കയറിക്കോളും. ആൾക്കാർക്ക് കഴിക്കാത്ത ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ചീര അതുപോലത്തെ ലീഫി ഐറ്റംസ് എല്ലാം. ഇനി പുട്ട് കഴിക്കുന്നുണ്ട്. ഇത് കൂടുതൽ പുട്ടുണ്ട്. എല്ലാം കഴിച്ച് ഇതൊക്കെ തീർന്നു വേണം അങ്ങോട്ട് കിടക്കാൻ. അതുകൊണ്ട് ഞാൻ പതുക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഇത് കണ്ടുകൊണ്ട് പുട്ട് മാത്രമെന്ന് വിചാരിക്കേണ്ട, ബഫേ ഉണ്ട്, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. നാടൻ ഫുഡ് വെറൈറ്റീസും കിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ തരുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്ഥലം വാര്യം റോഡ്, TD നമ്മുടെ എറണാകുളത്ത്. ഓപ്പോസിറ്റ് ലോട്ടസ് ക്ലബ്. ലോട്ടസ് ക്ലബിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ട്രാവൻകൂർ കോർട്ട്. ഇവിടെ വന്നാൽ നല്ല ഫുഡ്, റൂംസ്, നാടൻ ഫുഡ് അടുത്ത് നമ്മൾ നാടൻ ഫുഡ്, പുട്ട് എല്ലാം കിട്ടും. തരാം. അടുത്ത എപ്പിസോഡ് ടാറ്റ. താങ്ക് യു സോ മച്ച്.